Hello everybody, welcome to English speaking course. നിങ്ങൾക്ക് മോർണിംഗ് തൊട്ട് നൈറ്റ് വരെയുള്ള രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഈസിലി പറയാൻ പറ്റും. ഇന്ന് നമുക്ക് പഠിക്കാം കുറേ സെൻറ്റൻസസ്. അത് നിങ്ങൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങളെ ഫുൾ ഡേ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. സെൻറ്റൻസസ് വളരെ സിമ്പിളാണ്, ബട്ട് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ദിവസം തുടങ്ങാം. വീട്ടിൽ തന്നെ എണീറ്റ ഉടനെ നമുക്ക് മറ്റുള്ളവരോട് ഗുഡ് മോർണിംഗ് പറയാം. അഗെയിൻ വി ക്യാൻ വിഷ് ഹാവ് എ നൈസ് ഡേ. അത് കഴിഞ്ഞിട്ടാകുമ്പം കുട്ടികളോടാ പറയുന്നെങ്കിൽ ബെഡ് ശരിയാക്കുമെന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം മേക്ക് ദ ബെഡ്. അല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡോ വൈഫോ ആരോടെങ്കിലും പറയുന്നെങ്കിൽ നമുക്ക് പൊലൈറ്റ് വേയിൽ പറയാം പ്ലീസ് മേക്ക് ദ ബെഡ് ശരിയാക്കൂ. കുട്ടികളോട് പറയാം ബ്രഷ് യുവർ ടീത്ത്, വാഷ് യുവർ ഫേസ്. ബ്രഷ് ചെയ്യൂ, മുഖം കഴുകൂ. പിന്നെ കുളിക്കാൻ പോവാൻ അവരോട് പറയാം ഗോ ആൻഡ് ടേക്ക് ബാത്ത്, പോയി കുളിക്കൂ. ഇനി വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അതെങ്ങനെയാ പറയാ? ഞാനൊന്നെന്ന് പറയാൻ ഞാൻ നേരത്തെ വീഡിയോയിൽ പഠിപ്പിച്ചിരുന്നു. നമുക്ക് ലെറ്റ് വെച്ചിട്ട് പറയാം ലെറ്റ് മീ ടേക്ക് എ ഷവർ. അല്ലെങ്കിൽ പറയാം ലെറ്റ് മീ ടേക്ക് എ ബാത്ത്, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൽ എന്നാ കഴിക്കാൻ വേണ്ടി അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിൽ എന്നാ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം വാട്ട് ഡു യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് ഡു യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നമ്മളല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, നമുക്ക് കഴിക്കലാണ് നമ്മളെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഉള്ളതെന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിൽ എന്നാ ഉള്ളേ? ഇറ്റ്സ് വെരി സിമ്പിൾ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? അതെങ്ങനെയാണ് ചോദിക്കുക? ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് റെഡി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൺ ദ ടേബിൾ. ടേബിളിൽ വെച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഹൗ വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ് വാസ് വെരി ടേസ്റ്റി. നല്ല ടേസ്റ്റി ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ഇനി നല്ല എരിവുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പറയാം ഇറ്റ് വാസ് എ ബിറ്റ് ടു സ്പൈസി. ഇറ്റ് വാസ് എ ബിറ്റ് ടു സ്പൈസി. ഉപ്പ് കൂടി പോയാൽ നമുക്ക് പറയാം ഇറ്റ് വാസ് എ ബിറ്റ് ടു സോൾട്ടി. ഇറ്റ് വാസ് എ ബിറ്റ് ടു സോൾട്ടി. ഇനി ഇത്ര വരെ പറഞ്ഞ സെൻറ്റൻസസ് നിങ്ങൾക്ക് എന്തായാലും രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവരെ യൂസ് ചെയ്യാൻ പറ്റും. 90% സെൻറ്റൻസോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് മൂവ് ഓൺ. ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എങ്ങനെയാണ് പറയാം വീട്ടിൽ? ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. പ്ലീസ് വേണമെങ്കിൽ പ്ലീസ് വെച്ച് തുടങ്ങാം. ഇനി ബാറ്ററി ഫോണിൽ കഴിയാനായി അതെങ്ങനെയാണ് പറയാ? മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ബാറ്ററി. മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ബാറ്ററി. ഫോൺ ഒന്ന് ചാർജ് ചെയ്യൂ, നമ്മൾ അങ്ങനെ പറയാറില്ലേ വീട്ടിൽ? അത് നമുക്ക് പറയാം പ്ലഗ് ഇൻ മൈ ഫോൺ. എൻ്റെ ഫോൺ ചാർജ് ചെയ്യൂ. പ്ലഗ് ഇൻ മൈ ഫോൺ. ഇനി ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് തെറ്റായിപ്പോയി തെറ്റും കൊണ്ട് വന്നെങ്കിൽ ഇന്നലെ നിങ്ങൾ ഇത് ചെയ്തില്ലേ, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം ഐ എം സോ സോറി, ദിസ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ. ഇനി വീണ്ടും ഞാൻ അത് ചെയ്യില്ല, സോറി. ഇനി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനുള്ള സമയമായി, ഓഫീസിലേക്കോ ഷോപ്പിങ്ങിലേക്കോ, അപ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് ടൈം ടു ലീവ്. എനിക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ എപ്പോഴാണ് തിരിച്ചു വരുക ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? വെൻ വിൽ യു ബി ബാക്ക്? വെൻ വിൽ യു ബി ബാക്ക്? എപ്പോഴാണ് തിരിച്ചു വരുക? വിളിക്കണേ. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് പറയാം ഡു ഗിവ് എ കോൾ. ഒന്ന് വിളിക്കണേ. ഡു ഗിവ് എ കോൾ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് അത് വാങ്ങണം ഇത് വാങ്ങണം ഒക്കെ പറഞ്ഞ ടൈമില്ലെങ്കിൽ നമ്മൾ പറയലില്ലേ ഞാൻ വിളിക്കാം. അതെങ്ങനെ പറയാ? ഐ വിൽ ഗിവ് യു എ കോൾ. ഐ വിൽ ഗിവ് യു എ കോൾ. ഞാൻ വിളിക്കാം. ഹൗ വിൽ യു ഗോ? നിങ്ങൾ എങ്ങനെയാ പോവുക? അല്ലെങ്കിൽ നീ എങ്ങനെയാ പോവുക ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഹൗ വിൽ യു ഗോ? ഐ വിൽ ടേക്ക് ദ ബൈക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ വിൽ ടേക്ക് ദ കാർ. ഐ വിൽ എന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പം നമ്മൾ കോൺട്രാക്ഷൻസ് ചുരുക്കിയിട്ടാണ് പറയേണ്ടത്. ഐ വിൽ ടേക്ക് ദ ബൈക്ക്, ഐ വിൽ ടേക്ക് ദ കാർ. അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോയിക്കോളും പറയണമെങ്കിൽ നമുക്ക് പറയാം ഐ വിൽ ഗോ ബൈ ബസ്, ഐ വിൽ ഗോ ബൈ ബസ്.
സപ്പോസ് രാജ് എന്നെ കൂട്ടാൻ വരുന്നുണ്ട്, അതെങ്ങനെയാ പറയാ? രാജ് വിൽ കം ടു പിക്ക് മീ അപ്പ്. രാജ് വിൽ കം ടു പിക്ക് മീ അപ്പ്. അവൻ എന്നെ കൂട്ടാൻ വരും. ഇനി 2 പാക്കറ്റ് പാല് വാങ്ങണേ എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? പ്ലീസ് ബൈ 2 പാക്കറ്റ്സ് ഓഫ് മിൽക്ക്. ഇനി 1 പാക്കറ്റ് ആണെങ്കിൽ പ്ലീസ് ബൈ എ പാക്കറ്റ് ഓഫ് മിൽക്ക്. പിന്നെ പച്ചക്കറി വാങ്ങാൻ മറക്കരുതേ, അത് പറയണമെങ്കിൽ എങ്ങനെയാ പറയാ? ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ ദ വെജിറ്റബിൾസ്. ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ ദ വെജിറ്റബിൾസ്. ഇനി എന്തെങ്കിലും വേണോ, അതെങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട് സംതിങ്? ഡു യു വാണ്ട് സംതിങ്? എന്തെങ്കിലും വേണോ? ഇറങ്ങുമ്പോൾ സാധാരണ ഞാൻ ബൈ, ടേക്ക് കെയർ. ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും ടേക്ക് കെയർ പറഞ്ഞേ പറ്റൂ, ശ്രദ്ധിക്കണേ. ഇനി വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ പാട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ കാണുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഹേയ്, ലോങ് ടൈം നോ സീ. ഇത് നല്ല ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ഈ ഫ്രേസ് നമുക്ക് പറയാം. ഇത് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യേണ്ട ഫ്രേസാ. ഹേയ്, ലോങ് ടൈം നോ സീ. ഇനി നമുക്ക് എങ്ങനെയാ ജീവിതം പോകുന്നതെന്ന് അറിയണ്ടേ? കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ട ഒരു ഫ്രണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് പറയാം ഹൗസ് ലൈഫ് ഗോയിങ്. ഹൗസ് ലൈഫ് ഗോയിങ്, ജീവിതം എങ്ങനെയാണ് പോകുന്നത്? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കാം, ഹൗ ആർ യു ഡൂയിങ്? ഹൗ ആർ യു ഡൂയിങ്? ഇനി കണ്ടതിൽ സന്തോഷം എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം ഗ്ലാഡ് ടു മീറ്റ് യു. ഇനി നമ്മൾ തിരക്കലാണ്, അവിടുന്ന് വേഗം അങ്ങ് വിടണമെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാം? catch you later. പിന്നീട് കാണാം. catch you later. വീഡിയോ ഫുൾ കാണണം. ഞാൻ കുറേ സെൻറ്റൻസസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ സെൻറ്റൻസസ് വരാനിരിക്കുന്നുണ്ട്. സോ ഗീവ് ദ വീഡിയോ എ ലൈക്ക് ആൻഡ് കണ്ടിന്യൂ വാച്ചിങ്. വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്? ഈ ഈവനിങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കാറില്ലേ ഫ്രീ ആണോ വൈകുന്നേരം? അങ്ങനെ ചോദിക്കേണ്ട പകരം നമുക്ക് ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്. ഇനി ഈവനിങ്ങിൻ്റെ പകരം നമുക്ക് രാത്രി എന്താ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ് ടുനൈറ്റ്? ഇന്ന് രാത്രി എന്താണ് ചെയ്യുന്നത്? വൈകിട്ട് ഫ്രീ ആണോ? ഈവനിങ്ങിൽ കാണാൻ പറ്റുമോ? അതെങ്ങനെ ചോദിക്കുക? ക്യാൻ വി മീറ്റ് ഇൻ ദ ഈവനിങ്? ഇനി നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ നമുക്ക് പറയാം ഐ എം എ ബിറ്റ് ബിസി ടുഡേ. ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്. സം അതർ ഡേ പ്ലീസ്. വേറെ ഏതെങ്കിലും ദിവസം ആവട്ടെ. സം അതർ ഡേ പ്ലീസ്. നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതൊക്കെ പറയണമെങ്കിൽ നമുക്ക് പറയാം വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചോദിക്കാം വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇനി അവരെ ഫോൺ നമ്പർ അറിയണമെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട്സ് യുവർ ഫോൺ നമ്പർ? എന്താണോ വേണ്ടത്, എന്താണോ അറിയേണ്ടത്, അത് കഴിഞ്ഞ് വാട്ട്സ് യുവർ കഴിഞ്ഞിട്ടാകുമ്പം ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്. അല്ലെങ്കിൽ സമയം ചോദിക്കേണ്ട ആവശ്യം വരാറുണ്ട്, വാട്ട്സ് ദ ടൈം. അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് കാര്യങ്ങൾ, അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട്സ് ദ മാറ്റർ. ആരെങ്കിലും നമ്മളെ എടുത്ത് വന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കാറില്ലേ നിന്നോട് ആരാ ഇതിനെക്കുറിച്ച് പറഞ്ഞേ? അതെങ്ങനെയാ ചോദിക്കുക? ഹൂ ടോൾഡ് യു അബൌട്ട് ദാറ്റ്? ഹൂ ടോൾഡ് യു അബൌട്ട് ദാറ്റ്? ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പറയാം ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഒരിക്കലും കൂടെ റിപ്പീറ്റ് ചെയ്യോ? ചില കാര്യത്തിന് മറുപടി നമുക്ക് അപ്പോൾ പറയാൻ പറ്റൂല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പറയാം ഐ ലെറ്റ് യു നോ. ഞാൻ പിന്നീട് അറിയിക്കാം. ഐ ലെറ്റ് യു നോ. ക്യാൻ ഐ ആസ്ക് യു സംതിങ്? എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യം നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് അവരോട് പറയാം ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേർ ആർ യു ഫ്രം? അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ നാട് എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം വേർ ആർ യു ഫ്രം? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കുക? ആർ യു കമ്മിങ് വിത്ത് മീ? ആർ യു കമ്മിങ് വിത്ത് മീ? കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം വെളിയിലെ ആരെങ്കിലും പരിചയക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ കാർ ഒന്ന് സ്ലോ ആക്ക്? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? സ്ലോ ഡൗൺ യുവർ കാർ. സ്ലോ ഡൗൺ യുവർ കാർ. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ. മഴ പെയ്യും തോന്നുന്നു. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ. ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും.
നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പം അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോകുമ്പം നമുക്ക് ചോദിക്കാം ഡു യു വാണ്ട് ടു ജോയിൻ മീ? എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ജോയിൻ മീ? അതെന്തുമാവാം, ഏത് കാര്യത്തിനും പോകുമ്പോൾ നമുക്ക് ചോദിക്കാം. ഇനി നേരത്തെ പഠിച്ച പോലെ ആർ യു കമ്മിങ് വിത്ത് മീ? എൻ്റെ കൂടെ വരുന്നുണ്ടോ? അങ്ങനെയും ചോദിക്കാം. ഒരു കാര്യം തന്നെ ഇംഗ്ലീഷിൽ പല രീതിയിലും നമുക്ക് ചോദിക്കാം. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരാളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ഇവിടെ ചെയ്യുന്നത് നമ്മൾ പല പ്രാവശ്യം മനസ്സിൽ വിചാരിക്കാറുണ്ട്. അതിനി അവരോട് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. I can't wait longer. എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. I can't wait longer. I can't wait longer. Are we going out? നമ്മൾ പല പ്രാവശ്യം വീട്ടിൽ നിന്ന് ചോദിക്കാറില്ലേ, ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കുക? Are we going out? I didn't mean this. I didn't mean this. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പറയേണ്ട കാര്യം ആരെങ്കിലും തെറ്റായിട്ട് എടുത്താൽ നമുക്ക് പറയാം I didn't mean this. Where did he go? അവൻ എവിടെയാ പോയത്? Where did he go? അങ്ങനെ where did they go? She go? ഒക്കെ നമുക്ക് പറയാം. ഒരു കപ്പ് കോഫി കുടിച്ചാലോ? How about having a cup of coffee? How about having a cup of coffee? I have already watched the movie. ഞാൻ മൂവി കണ്ടതാണ്. ഐ ഹാവ് ഓൾറെഡി വാച്ച് ദ മൂവി. ഇനി ദ മൂവിൻ്റെ പകരം ദിസ് മൂവിയും പറയാം. ഈ മൂവി ഐ ഹാവ് ഓൾറെഡി വാച്ച് ദിസ് മൂവി. ഡിഡ് യു ലൈക്ക് ദ മൂവി? മൂവി ഇഷ്ടപ്പെട്ടിനോ നിനക്ക്? ഡിഡ് യു ലൈക്ക് ദ മൂവി? ഡിഡൻറ്റ് യു ലൈക്ക് ദ മൂവി? നിനക്ക് മൂവി ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡൻറ്റ് യു ലൈക്ക് ദ മൂവി? ഐ ആം ഇൻ ദ ബസ്. ഞാൻ ബസ്സിലാണ്. ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ബസ്സിലാന്ന് പറയാൻ നമുക്ക് പറയാം ഐ ആം ഇൻ ദ ബസ്. ഏതെങ്കിലും കാര്യം ആരെങ്കിലും തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ കറക്റ്റാക്കി ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാം ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഐ ജസ്റ്റ് ലെഫ്റ്റ് ദ ഹൗസ്. ഐ ജസ്റ്റ് ലെഫ്റ്റ് ദ ഹൗസ്. ഇവിടെ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തു. ഇപ്പോൾ എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ. ഐ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഫോൺ വിളിച്ചിട്ട് ആരെങ്കിലും ചോദിക്കാറില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഓ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അത് പറയാൻ നമുക്ക് പറയാം ഐ ജസ്റ്റ് ലെഫ്റ്റ് ദ ഹൗസ്. ഞാൻ ഇപ്പോൾ ഓഫീസിലെത്തിയതേ ഉള്ളൂ. ഐ ജസ്റ്റ് റീച്ച് ദ ഓഫീസ്. ഐ ജസ്റ്റ് റീച്ച് ദ ഓഫീസ്. ഷാൽ ഐ സിറ്റ് ഹിയർ? ഷാൽ ഐ സിറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. നമ്മളൊരു പെർമിഷനാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ ഷാൽ യൂസ് ചെയ്തു. ഷാൽ ഐ സിറ്റ് ഹിയർ? വാട്ട് ഡിഡ് യു സേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഇങ്ങനെ വാട്ട് ഡിഡ് യു സേ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് എന്ന് നമ്മൾ പഠിച്ചില്ലേ നേരത്തെ? അതുപോലെ തന്നെ വാട്ട് ഡിഡ് യു സേ? നീ എന്താണ് പറഞ്ഞത്? ഫ്രം വേർ ഡിഡ് യു ബൈ ദിസ്? എന്തെങ്കിലും നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ വാച്ച് നമ്മൾ ആരെങ്കിലും കയ്യിൽ കണ്ടാൽ ചോദിക്കാറില്ലേ ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്? നമുക്ക് ചോദിക്കാം ഫ്രം വേർ ഡിഡ് യു ബൈ ദിസ്? ഫ്രം വേർ ഡിഡ് യു ബൈ ദിസ്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? അത് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഡു യു ഹാവ് എനി സജഷൻസ്? ഡു യു ഹാവ് എനി സജഷൻസ്? അല്ലെങ്കിൽ വാട്ട് ഡു യു സജസ്റ്റ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു യു സജസ്റ്റ്? ക്യാൻ യു ഹിയർ മീ? ഞാൻ പറയേണ്ടത് കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? ക്യാൻ യു ഹിയർ മീ? വൈ ആർ യു ലേറ്റ് ടുഡേ? ഇന്നെന്താ ലേറ്റ് ആയത്? ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ട് എത്തിയാൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം വൈ ആർ യു ലേറ്റ് ടുഡേ? എനിക്ക് ഒന്നും അറിയില്ല. അതെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് നോ. ടുഡേ യു ആർ സോ ഏർലി. ഇന്ന് നേരത്തെയാണല്ലോ. ടുഡേ യു ആർ സോ ഏർലി. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? എന്താണ് കഴിക്കാൻ വേണ്ടുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? Or when the guest arrives, we can give them options too. Would you like to have tea or coffee? ചായയോ വേണ്ടത് കാപ്പിയോ വേണ്ടത്? Tea or coffee?
പുതിയൊരു സാധനം ട്രൈ ചെയ്യാൻ, സപ്പോസ് പുതിയൊരു ഫുഡ് ട്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഇട്ട് നോക്കാൻ നമുക്ക് പറയാം ഗിവ് ഇറ്റ് എ ട്രൈ. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? So hope these sentences were useful for you all. Thanks for watching.